2024 പുറത്തിറങ്ങിയ അമേരിക്കൻ ത്രില്ലർ ഫിലിമാണ് കാഡോ ലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ പുഴയിൽ വീണ കാറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പാരീസ്. ഒപ്പം കാറിലുണ്ടായിരുന്ന അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിന് സാധിച്ചില്ല. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം കാഡോ ലേക്കിൽ നടക്കുന്ന ഡ്രഡ്ജിംഗ് ജോബ് ചെയ്യുകയാണ് അവൻ. തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അച്ഛനുമായി കാറിൽ തിരിച്ചു പോകുമ്പോൾ, നീ വീട്ടിലെ പ്രോഗ്രാമിന് വരുന്നില്ലേ? അമ്മ മരിച്ചതിന് ശേഷം നിന്നെ നമ്മുടെ ബന്ധുക്കളാരും കണ്ടിട്ടില്ല എന്നെല്ലാം അച്ഛൻ പറയുന്നു. ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പാരീസ് മറുപടി നൽകുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് എല്ലിയും തന്റെ സ്റ്റെപ്പ് സിസ്റ്ററായ അന്നയും ചേർന്ന് ഒരു ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലിയും അമ്മയായ സെലസ്റ്റും തമ്മിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. തന്റെ ക്ലാസ്മേറ്റ് കാഡോ ലേക്ക് പരിസരങ്ങളിൽ വൂൾഫിനെ കണ്ടെന്ന് പറഞ്ഞെന്നും അന്ന പറയുന്നു. ബട്ട് ഈ ഏരിയയിൽ വൂൾഫില്ലെന്ന് ടീച്ചർ പറഞ്ഞെന്നും അവൾ പറയുന്നു. അവർ അങ്ങനെ ബോട്ടിൽ എല്ലിയുടെ അമ്മയുടെ വീട്ടിലെത്തുന്നു. അവിടെ അവർ ഒരു മുതലയുടെ ശവശരീരം കണ്ടെത്തുന്നു. എല്ലി അതിനെ എടുത്ത് ലേക്കിലേക്കിടുന്നു. ഇതേ സമയത്ത് മറ്റൊരിടത്ത് പാരീസ് ഡോക്ടർ മിച്ചലിനെ കാണാൻ കാർ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. മരിച്ചുപോയ അമ്മയെപ്പറ്റിയുള്ള സംശയങ്ങൾ തീർക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം. നിന്റെ അമ്മയ്ക്ക് മയോക്ലോണിക് സീഷർ എന്ന അവസ്ഥയായിരുന്നു. ഈ അവസ്ഥ ഉള്ളവർ ഡ്രൈവ് ചെയ്യരുത്. എന്നാൽ അമ്മ അന്ന് ഡ്രൈവ് ചെയ്യുകയും ആ സമയത്ത് സീഷർ വന്നതാണ് അപകടത്തിന് കാരണമായതെന്നുമെല്ലാം ഡോക്ടർ പറയുന്നു. എന്നാൽ അമ്മയ്ക്ക് ചെവിയിൽ നിന്ന് ബ്ലഡ് വന്നിരുന്നു. അതുപോലെ 6 വർഷമായി സീഷർ വന്നിട്ടില്ലായിരുന്നു എന്നെല്ലാം പാരീസ് പറയുന്നു. മയോക്ലോണിക് പേഷ്യൻസിന് ചെവിയിൽ നിന്ന് ബ്ലഡ് വരാറില്ല. അതുകൊണ്ട് അമ്മയുടെ അവസ്ഥയ്ക്ക് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്നെല്ലാം പാരീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയ പാരീസിനെ കാത്ത് ഏർലി 20s ഒരു യുവതി കാത്തു നിന്നിരുന്നു. ഞാൻ നാളെ ഇവിടെ നിന്നും പോവുകയാണെന്ന് അവൾ പറയുന്നു. പാരീസ് തന്റെ ജോലിയെപ്പറ്റിയെല്ലാം പറയുന്നു. തൊട്ടടുത്ത് പണി തുടങ്ങിയ എന്നാൽ ഉപേക്ഷിത നിലയിലുള്ള ഒരു വീട് കാണുന്നു. അവർ തമ്മിൽ പണ്ട് റിലേഷൻഷിപ്പിലായിരുന്നു. എന്നാൽ അമ്മയുടെ മരണത്തോടെ മാനസികമായി തളർന്ന പാരീസ് ഇപ്പോൾ വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ലെന്നും മനസ്സിലാകുന്നു. ഇതേ സമയം എല്ലിയുടെ അമ്മയുടെ വീട്ടിൽ ഫാമിലി ഡിന്നർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന ഒരു പ്രത്യേകതരം ശലഭം അഥവാ മോത്തിനെ കാണിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അപ്പോൾ പറയുന്നു, ഈ മോത്ത് വളരെ വർഷങ്ങൾക്ക് മുന്നേ എക്സ്റ്റിൻറ്റ് ആയതാണ് എന്നല്ല. അവിടെ വെച്ച് ഗ്രാജുവേഷന്റെ ഭാഗമായി അമ്മയുടെ സിഗ്നേച്ചറും അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും വേണമെന്ന് എല്ലി പറയുന്നു. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡാനിയൽ അഥവാ സെലസ്റ്റിന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് സൈൻ ചെയ്തോളും എന്ന് സെലസ്റ്റ് പറയുന്നു. ഇതേ സമയം പാരീസും ഗേൾ ഫ്രണ്ടും തമ്മിലുള്ള ഒരു പ്രൈവറ്റ് മൊമെന്റ് കാണിക്കുന്നു. അമ്മയുടെ മരണത്തിന് ശേഷം താനാകെ മാനസികമായി തളർന്നു, അതിനാലാണ് നിന്നെ കാണാൻ വരാതിരുന്നത് എന്നെല്ലാം പറഞ്ഞ് പാരീസ് അവളോട് ക്ഷമ ചോദിക്കുന്നു. നമ്മൾ ഇനി ഒരിക്കലും പിരിയുകയില്ല എന്നെല്ലാം പാരീസ് തന്റെ ഗേൾ ഫ്രണ്ടിന് ഉറപ്പു കൊടുക്കുന്നു. അപ്പോൾ എന്തോ മുറിയിൽ തിരയുകയായിരുന്ന എല്ലിയുടെ അടുത്തേക്ക് അന്ന വരികയും അവളുടെ കഴുത്തിലുള്ള ലോക്കറ്റ് കാണിക്കുകയും ചെയ്യുന്നു. ഇത് സെലസ്റ്റിന്റെ ആയിരുന്നു എന്നെല്ലാം അവൾ പറയുന്നു. അപ്പോൾ അവിടേക്ക് സെലസ്റ്റും ഭർത്താവ് ഡാനിയലും വരുന്നു. നീ എന്താണ് തിരയുന്നത് എന്ന് സെലസ്റ്റ് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് തിരയുന്നതെന്ന് എല്ലി പറയുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ വഴക്ക് കൂടുകയും ദേഷ്യപ്പെട്ട് എല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതേ സമയം പാരീസിന്റെ പട്ടി ലേക്കിലേക്ക് നോക്കി കുരയ്ക്കുന്നത് കണ്ട് പാരീസ് അത് നോക്കാനായി പോകുന്നു. ബോട്ടിൽ ലേക്കിലൂടെ പോവുകയായിരുന്ന എല്ലിയുടെ ബോട്ട് വെള്ളത്തിൽ സ്റ്റക്കായി നിൽക്കുന്നു. അപ്പോൾ ലേക്കിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. പാരീസും എല്ലിയും ആ ശബ്ദം കേട്ട് പാനിക് ആകുന്നു. അവിടെ വെച്ച് എല്ലി അന്നയുടെ കൂട്ടുകാരി കണ്ടു എന്ന് പറയുന്ന ചെന്നായ്ക്കളെ കണ്ടെത്തുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തകർന്ന പാലം കാണാൻ സാധിക്കും. എല്ലി തന്റെ ഫ്രണ്ടിനോട് താൻ അവിടെ വൂൾഫിനെ കണ്ടു എന്നെല്ലാം പറയുന്നു. നീ ഇനി അമ്മയുടെ വീട്ടിൽ പോകുന്നില്ലേ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് എല്ലി പറയുന്നു. പിറ്റേ ദിവസം അന്നയെ കാണാനില്ല എന്നൊരു വോയിസ് മെസ്സേജ് കേട്ടാണ് എല്ലി ഉണരുന്നത്. ഉടനടി അവൾ അമ്മയുടെ വീട്ടിലെത്തുന്നു. എല്ലിയുടെ ബോട്ടുമായി സെർച്ച് ചെയ്യാനായി പോകാൻ ഡാനിയൽ കീ വാങ്ങി പോകുന്നു. എന്നാൽ ബോട്ട് എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് ഡാനിയൽ ചോദിക്കുന്നു. എന്നാൽ അവർ അവിടെ ചെല്ലുമ്പോൾ ബോട്ട് അവിടെ കാണുന്നില്ല. ഇതേസമയം ലേക്കിലെ ഒരു പൈപ്പിന്റെ ഉത്ഭവസ്ഥാനം അന്വേഷിച്ച് പോയ പാരീസ് ഒരു പഴയ പബ് ജാക്ക് കണ്ടെത്തുന്നു. അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് പാരീസിന് ആകെ ഒരു വല്ലായ്മ അനുഭവപ്പെടുന്നു. ചെവിയിൽ തരിപ്പും കൈവിറയ്ക്കാനും തുടങ്ങുന്നു. പെട്ടെന്ന് ഒപ്പമുള്ള കോവർക്കർ വിളിക്കുകയും പാരീസ് ബോട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിനിടയിൽ വൂൾഫിന്റെ ശബ്ദം കേട്ടെന്നെല്ലാം അവൻ പറയുന്നു. പെട്ടെന്ന് ബോട്ടിന്റെ എഞ്ചിൻ ക്ലീൻ ആക്കുന്നതിനിടയിൽ പാരീസിന് ഒരു ലോക്കറ്റുള്ള ഒരു മാല കിട്ടുന്നു. മുന്നേ സെലസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞ് അന്നയുടെ കഴുത്തിൽ കണ്ട അതേ മാല. ഇത് കണ്ട പാരീസ് ആകെ വല്ലാതാകുന്നു. അപ്പോൾ എല്ലിയുടെ വീട്ടിൽ പോലീസൊക്കെ വന്ന് അന്വേഷണം ആരംഭിച്ചിരുന്നു. പാസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരാൾ വരികയും സെലസ്റ്റിന്റെ മുൻ കാമുകൻ മിസ്സിംഗ് ആയതിനു ശേഷം സെലസ്റ്റ് എല്ലിയെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നു. എന്നാൽ അതും അന്നയുടെ മിസ്സിംഗും തമ്മിൽ ബന്ധമൊന്നുമില്ലെന്ന് ഡാനിയൽ പറയുന്നു. അതുകൂടാതെ അന്ന പോയതെന്ന് കരുതപ്പെടുന്നതും എല്ലിയുടെ ബോട്ടും ഉൾപ്പെടെ 2 ബോട്ട് മിസ്സിംഗ് ആണെന്നും പറയുന്നു. അപ്പോൾ പാരൻസിന്റെ വീട്ടിലെത്തിയ പാരീസ് ഒരു പെട്ടിയിൽ നിന്ന് അന്നയുടേതുപോലുള്ള മറ്റൊരു മാല കണ്ടെത്തുന്നു. പെട്ടെന്ന് അച്ഛൻ അവിടേക്ക് വരുന്നു. നീ എന്താണ് ഇവിടെ, ഇന്ന് പണിക്ക് പോയില്ലേ എന്ന് ചോദിക്കുന്നു.
അമ്മയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോക്കാൻ വന്നതാണെന്നും അമ്മയുടെ രോഗത്തെ തെറ്റായി ഡയഗ്നോസ് ചെയ്താണെന്ന് താൻ കരുതുന്നതെന്നും അവൻ പറയുന്നു. കാറിൽ വെച്ച് ആ 2 മാലകളും അവൻ പരിശോധിക്കുമ്പോൾ രണ്ടും ഒരേപോലെയാണെന്ന് കാണുന്നു. പാരീസ് തന്റെ കാമുകിയെയും കൊണ്ട് തനിക്ക് മുമ്പ് ആ സ്ട്രേഞ്ച് ഫീലിംഗ് ഉണ്ടായ സ്ഥലത്ത് എത്തുന്നു. എന്നാൽ മുമ്പുണ്ടായ ആ ഫീൽ അപ്പോൾ അവന് ഉണ്ടാകുന്നില്ല. അമ്മയ്ക്ക് ഉണ്ടായിരുന്ന പോലെ സെയിം ഫീലിംഗ് ആണ് തനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നതെന്നെല്ലാം പാരീസ് പറയുന്നു. അമ്മ അവിടെ പോയിരിക്കാൻ സാധ്യത ഉണ്ടെന്നെല്ലാം പാരീസ് പറയുന്നു. ഇതേ സമയം എല്ലാവരും ചേർന്ന് ലേക്കിൽ അന്നയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നയുടെ ബോട്ട് അവർ കണ്ടെത്തുന്നു. ബോട്ടിൽ അന്നയുടെ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. അത് മിസ്സിംഗ് ആണെന്നും എല്ലി പറയുന്നു. എല്ലിയും അമ്മയും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. അന്ന എല്ലിയെ ഫോളോ ചെയ്ത് പോയതാണെന്നെല്ലാം സെലസ്റ്റ് പറയുന്നു. പിറ്റേ ദിവസം പാരീസ് ഓഫീസിൽ നിന്ന് ലേക്കിന്റെ വാട്ടർ ലെവലിനെ പറ്റിയുള്ള ഒരു ചാർട്ട് എടുത്തുകൊണ്ടുവരുന്നു. അച്ഛൻ്റെ ഒരു ലോഗ് ബുക്ക് വെച്ച് അത് കമ്പയർ ചെയ്യുന്നു. 1993 ലേക്കിലെ വാട്ടർ ലെവൽ കുറഞ്ഞിരുന്ന സമയത്താണ് മോമിന് 3 പ്രാവശ്യം സീഷർ വന്നതെന്നെല്ലാം കാമുകിയോട് പറയുന്നു. 1972 ഇത് തന്നെയാണ് സംഭവിച്ചതെന്നും പറയുന്നു. ലേക്കിലെ വാട്ടർ ലെവൽ കുറയുന്നതും അമ്മയുടെ സീഷറും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നെല്ലാം അവൻ പറയുന്നു. എന്നാൽ സീഷർ ചിലപ്പോൾ ഹെറിഡിറ്ററി ആവാം, അമ്മയിൽ നിന്ന് അത് നിനക്ക് കിട്ടിയതാവാം എന്നെല്ലാം കാമുകി പറയുന്നു. എന്നാൽ ആ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് എനിക്ക് സീഷർ വന്നതെന്ന് പാരീസ് പറയുന്നു. താൻ പറഞ്ഞതെല്ലാം കാമുകി കാര്യമായി എടുത്തില്ല എന്നതിനാൽ പാരീസ് അവിടെ നിന്ന് പോരുന്നു. ഇതേ സമയം സെലസ്റ്റിന്റെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന അമ്മയെ കാണാൻ എല്ലി എത്തുന്നു. അന്ന തിരിച്ചു വരുമെന്നെല്ലാം പറയുന്നു. ഒപ്പം പണ്ട് മിസ്സിംഗ് ആയ തന്റെ അച്ഛനെക്കുറിച്ചും എല്ലി പറയുന്നു. എന്നാൽ അച്ഛൻ മിസ്സിംഗ് ആയതല്ല, നമ്മളെ ഉപേക്ഷിച്ച് പോയതാണെന്ന് അമ്മ പറയുന്നു. അച്ഛന്റെ കാമുകി എല്ലി കുഞ്ഞായിരുന്നപ്പോൾ നമ്മെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്നും അമ്മ പറയുന്നു. ഇതെല്ലാം കേട്ട് എല്ലി വിഷമിച്ചു പോകുന്നു. പിന്നീടൊരു ബോട്ടും എടുത്ത് ലേക്കിലേക്ക് പോകുന്നു. അവിടെ അവൾ വെള്ളത്തിൽ കിടക്കുന്ന ചിത്രശലഭങ്ങളെ കണ്ടെത്തുന്നു. പെട്ടെന്ന് ലേക്കിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അതേസമയം മറ്റൊരിടത്ത് പാരീസ് ലേക്കിലെ ശബ്ദം കേൾക്കുകയും കൈവിറയിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. വളരെ വൈകി രാത്രിയിൽ ലേക്കിൽ സെർച്ച് ചെയ്യുകയായിരുന്ന എല്ലിയുടെ ബോട്ട് ഒരു സ്ഥലത്ത് സ്റ്റക്കാകുന്നു. സെർച്ച് ബോട്ട് കണ്ട് ഒളിച്ച എല്ലിക്ക് പെട്ടെന്ന് പാരീസിനുണ്ടായ അനുഭവം ഉണ്ടാകുന്നു. തൻ്റെ മൊബൈൽ മറന്നെന്നോർത്ത് തിരിച്ച് ബോട്ടിലേക്ക് പോകുമ്പോൾ ആ ബോട്ട് കണ്ടെത്താൻ അവൾക്കാകില്ല. അപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങിയിരുന്നു. അവിടെ കണ്ട മറ്റൊരു ബോട്ടിൽ ലിഫ്റ്റ് ചോദിച്ച് അവൾ വീട്ടിൽ തിരിച്ചെത്തുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ എല്ലിക്ക് തലേ ദിവസം അവൾ വീട്ടിലെത്തിയപ്പോൾ അന്നയെ കാണാതായി, സെർച്ചിന് പോകണമെന്നെല്ലാമുള്ള കാര്യങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ എന്തോ പന്തികേട് തോന്നുന്നു. ജനലിലൂടെ നോക്കുമ്പോൾ താൻ തന്നെ ബോട്ടിൽ വരുന്നത് അവൾ കാണുന്നു. താൻ ടൈം ട്രാവൽ ചെയ്ത് ഒരു ദിവസം മുന്നിലേക്ക് എത്തിയതാണെന്നെല്ലാം തോന്നുന്നു. ഇതെല്ലാം കണ്ട് അവൾ കിളി പോയ പോലെ നിൽക്കുന്നു. പിന്നീട് വീട്ടിൽ കിടന്ന കീ എടുത്തുകൊണ്ട് ഒറിജിനൽ എല്ലി വന്ന ബോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. തുടക്കത്തിൽ കാണിച്ച എല്ലിയുടെ ബോട്ട് മിസ്സായതിന് കാരണം ടൈം ട്രാവൽ ചെയ്തു വന്ന എല്ലിയാണെന്ന് കാണാൻ സാധിക്കും. ബോട്ടിൽ വെച്ച് എല്ലിക്ക് കൈവിറയിൽ അനുഭവപ്പെടുന്നു. ഇതേ സമയം ബോട്ടിൽ എല്ലിയും പാരീസും ഒരേ ഭാഗത്തുകൂടെ പോകുന്നത് മാറി മാറി കാണിക്കുന്നു. എന്നാൽ എല്ലിയുടെ വ്യൂവിൽ പാലം തകർന്നതായും പാരീസിന്റെ ഭാഗത്ത് പാലം നോർമലാണെന്നും കാണാൻ സാധിക്കുന്നു. ഇതിൽ നിന്നും ഈ 2 സന്ദർഭങ്ങളും ഒരേ സമയത്തല്ല നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എല്ലി അവിടെ ഒരു ബോട്ട് കണ്ടെത്തുന്നു. പാരീസ് എന്തോ ശബ്ദം കേട്ട് ബോട്ട് നിർത്തുന്നു. എല്ലിക്കും പാരീസിനും തമ്മിലുണ്ടാക്കുന്ന ശബ്ദം അവർക്ക് പരസ്പരം ചെറുതായി കേൾക്കാൻ പറ്റുന്നുണ്ട്. എല്ലി ഓടുകയും ആ ലൊക്കേഷനിലൂടെ പാസ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവൾ അവിടെ അന്നയെ കണ്ടെത്തുന്നു. എന്നാൽ അന്ന ഒരു മാസം പഴയ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. തലേ ദിവസം കൊഴിഞ്ഞുപോയ പല്ല് അന്നയുടെ വായിൽ ഇപ്പോഴും ഉണ്ട് എന്നതും കാണിക്കുന്നു. എന്നാൽ പാരീസ് അവിടെ നിലത്ത് വീണ് കിടക്കുന്ന അവസ്ഥയിൽ അന്നയെ കണ്ടെത്തുന്നു. അന്നയുടെ ശരീരത്തിൽ ഒരു മരക്കൊമ്പ് കൊണ്ടുള്ള മുറിവും കാണുന്നു. എല്ലി എത്തിച്ചേർന്നത് 1 മാസം മുമ്പേയുള്ള തീയതിയിലാണെന്നും പാരീസ് കണ്ടെത്തിയ അന്നയാണ് യഥാർത്ഥത്തിൽ കാണാതായ ദിവസം അന്ന എത്തപ്പെട്ട അവസ്ഥ എന്നും മനസ്സിലാക്കാം. പാരീസ് അന്നയെ എടുത്തുകൊണ്ട് സഹായം നോക്കി പോകുന്നു. അപ്പോൾ ആ ഭാഗത്തൊന്നും മുമ്പേ കണ്ട ലേക്കിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. മാത്രമല്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പമ്പ് ജാക്കും അവിടെ കാണാം. ഇതിൽ നിന്ന് അന്നയും പാരീസും എത്തിച്ചേർന്നത് ഡാം പണിയുന്ന സമയത്തേക്കാണെന്നും ഇവിടെ കേട്ടിരുന്ന ആ ശബ്ദം ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണെന്നും കാണിക്കുന്നു. അവിടെ കണ്ട നിർമ്മാണ തൊഴിലാളികൾക്ക് അന്നയെ ഏൽപ്പിക്കുന്നു. അവർ നൽകിയ വിവരമനുസരിച്ച് 1952 പാരീസും അന്നയും എത്തിച്ചേർന്നതെന്ന് കാണാം. പരിഭ്രാന്തനായ പാരീസ് അവിടെ നിന്നും ഓടുന്നു. അന്നയുമായി വീട്ടിലെത്തിയ എല്ലി താൻ 1 മാസം മുന്നേയുള്ള ദിവസത്തിലാണ് എത്തിയതെന്നും കാണാം. അന്ന് വീട്ടിൽ നിന്നും തല്ലുകൂടി ഫ്രണ്ടിന്റെ വീട്ടിൽ പോയ എല്ലിയെ പിന്തുടർന്നു വന്ന അന്നയെയാണ് അവൾ കണ്ടെത്തിയത്. അവൾ അപ്പോൾ തന്നെ ബോട്ടെടുത്ത് അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം തനിക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റും, അങ്ങനെ അമ്മയെ രക്ഷിക്കാൻ സാധിക്കുമെന്നെല്ലാം പാരീസ് ചിന്തിക്കുന്നു. 1952 അവിടെ ചെന്നായ്ക്കളെയും കാണിക്കുന്നു. ടൈം ട്രാവൽ ലൊക്കേഷനിൽ തിരിച്ചെത്തിയ എല്ലി അതിലൂടെ പാസ് ചെയ്യുകയും
മൊബൈൽ ഫോൺ റിംഗ് പോലൊരു സൗണ്ട് കേൾക്കുകയും ചെയ്യുന്നു. താൻ മുന്നേ വന്ന ബോട്ടും മൊബൈലും കണ്ടെത്തുന്നു. പിന്നീട് ലൊക്കേഷൻ മാറാതിരിക്കാൻ ബോട്ടിനോട് ചേർന്ന് ഒരു കയർ കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് എല്ലി പോകുന്നു. ഇതേ സമയം പാരീസ് ആ കയർ ഫോളോ ചെയ്ത് അന്നയുടെ ബോട്ടിനടുത്ത് എത്തിച്ചേരുന്നു. എല്ലി അവിടെ അന്നയുടെ ലൈഫ് ജാക്കറ്റ് കണ്ടെത്തുന്നു. എന്നാൽ ജാക്കറ്റിന് നല്ല പഴക്കം തോന്നിച്ചിരുന്നു. പാരീസ് എത്തിച്ചേർന്നത് അന്നയെ മിസ്സായ സമയത്തായതിനാൽ അവിടെ സെർച്ച് നടക്കുന്നുണ്ടായിരുന്നു. പോലീസ് അവനെ വളയുകയും അവരെ വെട്ടിച്ച് കടക്കാൻ ശ്രമിക്കുകയും അപകടം പറ്റുകയും ചെയ്യുന്നു. എല്ലി എത്തിച്ചേർന്നത് 2005-ലാണ്. എല്ലി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അന്നയെ കണ്ടോ എന്നെല്ലാം ചോദിക്കുന്നു. പെട്ടെന്നൊരു കാറിൽ അന്നയുടെ ലോക്കറ്റ് കണ്ടെത്തുന്നു. പെട്ടെന്ന് പാരീസിന്റെ പഴയ കാമുകി വരികയും നെക്ലേസിനെ പറ്റി അവർ തമ്മിൽ അടികൂടുകയും ചെയ്യുന്നു. ഈ നെക്ലേസ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ കാമുകന്റെ അമ്മയുടെയാണെന്ന് അവൾ പറയുന്നു. മിസ്സിംഗ് നോട്ടീസിൽ പാരീസ് മിസ്സിംഗ് എന്നും കാണിക്കുന്നു. പാരീസിന്റെ കാമുകി അവളുടെ കയ്യിലുള്ള കൈക്കുഞ്ഞിനെ എല്ലി എന്ന് വിളിക്കുന്നു. മുന്നേ സെലസ്റ്റ് പറഞ്ഞ പാരീസിന് മറ്റൊരു കാമുകി ഉണ്ടായിരുന്നു, അവൾ തങ്ങളെ ആക്രമിച്ചു എന്നതെല്ലാം എല്ലിക്ക് ഓർമ്മ വരുന്നു. അവിടെ വെച്ച് അപ്പോൾ കണ്ട ആ സ്ത്രീയാണ് തൻ്റെ അമ്മയെന്നും പാരീസാണ് തൻ്റെ അച്ഛനെന്നും 1952 എത്തിച്ചേർന്ന അന്നയാണ് പാരീസിന്റെ അമ്മയെന്നും അവൾക്ക് മനസ്സിലാകുന്നു. എല്ലി ഒരു ഇന്റർനെറ്റ് കഫേയിൽ പോയി അന്നയെ സെർച്ച് ചെയ്യുന്നു. 1952 അവിടെ സ്കൂളിൽ ചേർന്നതും 1999 ആക്സിഡന്റിൽ അന്ന മരണപ്പെട്ടതെല്ലാം മനസ്സിലാകുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ 2022 മിസ്സിംഗ് ആയ അന്നയുടെ മിസ്സിംഗ് വാർത്ത പാരീസ് ന്യൂസിൽ കാണാനിടയാകുന്നു. ഈ കുട്ടിയെയാണല്ലോ താൻ 1952 കൊണ്ടുചെന്ന് ആക്കിയത് എന്നെല്ലാം ഓർക്കുന്നു. ഹോസ്പിറ്റലിൽ ഒളിച്ചു നിൽക്കുന്നതിനിടയിൽ ബെഞ്ചമിൻ ലാങ്, അതായത് പാരീസിന്റെ അച്ഛനെ പറ്റി നേഴ്സുമാർ പറയുന്നത് അവൻ കേൾക്കാനിടയാകുന്നു. പാരീസ് അച്ഛന് കിടക്കുന്ന മുറിയിലെത്തുന്നു. താൻ അമ്മയെ കണ്ടെത്തിയെന്നും ലേക്കിലെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്നെല്ലാം പറയുന്നു. താൻ വീട്ടിലേക്കും സെലസ്റ്റ്, അതായത് തന്റെ കാമുകിയുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്നെല്ലാം പ്രോമിസ് ചെയ്യുന്നു. പെട്ടെന്ന് അവിടേക്ക് പോലീസ് വരികയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവിടെ വന്ന കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അത് സെലസ്റ്റും ഹസ്ബൻഡും വന്ന കാറായിരുന്നു. പാരീസിനെ കണ്ട സെലസ്റ്റ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. അവൻ ആ കാറ് കെഡോ ലേക്ക് ലക്ഷ്യമാക്കി ഓടിക്കുന്നു. ഇതേ സമയം 2005 എല്ലി ലേക്കിലേക്ക് എത്തിച്ചേരുന്നു. പോലീസ് പിന്തുടരുന്നതിനാൽ പാരീസ് ഒരു ബ്രിഡ്ജിൽ നിന്ന് ലേക്കിലേക്ക് എടുത്തു ചാടുന്നു. എല്ലി ആ കയർ പിന്തുടർന്ന് ടൈം ട്രാവൽ ചെയ്ത് 2022 എത്തിച്ചേരുന്നു. എന്നാൽ പാരീസ് അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പേ ഡാം തകരുകയും ഒരു പാറയിൽ തലയിടിച്ച് ബോധം നശിക്കുകയും ചെയ്യുന്നു. 2022 എത്തിച്ചേർന്ന എല്ലി ലേക്കിലെ ജലനിരപ്പ് ഉയരുന്നത് കണ്ട് പരിഭ്രാന്തയാകുന്നു. പെട്ടെന്ന് ആ കയർ മുറിഞ്ഞു പോകുന്നു. അതോടൊപ്പം ടൈം ട്രാവൽ പോർട്ടൽ ക്ലോസ് ആവുകയും ചെയ്യുന്നു. സ്റ്റെപ്പ് ഫാദർ ഡാനിയൽ അവിടെ വരികയും നമ്മളൊരു ഫാമിലിയാണെന്ന് എല്ലി പറയുകയും ചെയ്യുന്നു. കൂടെ അന്ന ഓക്കെ ആണെന്നും അന്നയും ഡാനിയലുമായി ബ്ലഡ് റിലേഷൻ ഇല്ലെങ്കിലും അന്ന വഴി പാരീസ് ജനിക്കുകയും പാരീസിൽ നിന്ന് താൻ ജനിക്കുകയും ചെയ്തത് വഴി നമ്മളൊരു ഫാമിലി ആണെന്നാണ് എല്ലി ഉദ്ദേശിച്ചത്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സെലസ്റ്റ് പാരീസിന്റെ മരണവാർത്ത ടിവിയിൽ കാണുകയായിരുന്നു. 2005 കഫേയിൽ നിന്നെടുത്ത അന്നയുടെ ഫോട്ടോ എല്ലി അമ്മയ്ക്ക് നൽകുന്നു. എന്നിട്ട് അവർ, അതായത് പാരീസും അന്നയും നമ്മളെ മനഃപൂർവ്വം വിട്ടുപോയതല്ല എന്ന് പറയുന്നു.